നിങ്ങൾ ഏത് റാങ്കിലെത്തിയാൽ നിങ്ങളുടെ കടം തീരും. ഏത് റാങ്കിലെത്തിയാൽ നിങ്ങളുടെ കടം തീരും. ആ റാങ്ക് തീരുമാനിച്ചറിഞ്ഞു നിങ്ങൾക്ക് ബാക്കി റാങ്കൊക്കെ വന്നു. ശരിയാണെങ്കിൽ ഞാൻ പറയാൻ കാരണം, ഞാൻ 13 മാസം കൊണ്ടാണ് ടീം കോർഡിനേറ്റർ ആയത്. നിർത്തിപ്പോണ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ടായി. ടീം കോർഡിനേറ്റർ ആകുമ്പോൾ എനിക്ക് ഇവിടെ ടി സി മാരെ എന്നെ തോൽപ്പിച്ചൊരു വളരെ ഉണ്ടാവില്ല. ചില 2 മാസം കൊണ്ടും 3 മാസം കൊണ്ടും വന്നിരിക്കും. എന്റെ ടീമിൽ 9 മാസം കൊണ്ട് STC ആര് ഇടവുണ്ട്. എന്റെ ടീമിൽ ഒന്ന് ആലോചിച്ച് വെച്ചു അവരെങ്ങനെയായി. എന്റെ സമയം പോയതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഞാൻ പറഞ്ഞ അവരെന്നെ കേട്ടു. വിജയിച്ച വാക്കുകൾ സമയം ലാഭിക്കാൻ പറ്റുന്നതാണ്. ശരിയല്ലേ? അങ്ങനെ കേട്ടു. ഇതേ ഞാൻ 13 മാസം കൊണ്ട് LTC CTC എത്തി. ഹലോ, LTC CTC എത്ര PT മാച്ചിങ് എന്നറിയോ? 3 കോടി PT മാച്ചിങ്. ആദ്യത്തെ 13 മാസം വരുമാനം 30,000 രൂപ. ഈ 13 മാസം വരുമാനം 36 ലക്ഷം രൂപ. അവിടുത്തെ കോവിഡ് വന്ന് 17 മാസം കൊണ്ട് ITC ആയി. അപ്പൊ എത്രയും അടുത്ത 60 ലക്ഷം രൂപ. അപ്പോ 30 മാസത്തെ എന്റെ അവസാനത്തെ വരുമാനം 96 ലക്ഷം രൂപ. പറയുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയത് എങ്ങനെ എന്നെക്കാൾ വേഗത്തിൽ വേണ്ടി പോകുന്നു. അപ്പൊ ഞാൻ പറയുന്ന പുതിയ ആളുകളോട് പറയുന്നത്, നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നെടുക്കണം. യെസ് ഓർ നോ, അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളെ മാത്രമേ ഈ ലോകത്ത് വിശ്വസിക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ആൻസർ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കും ചിന്തിച്ചാൽ മതി. അതിനകത്ത് അവർ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കാര്യത്തിന് ആലോചിക്കാൻ നേരമില്ല. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, ഈ പ്രശ്നം ആളുകളെ വരുന്നൊരു വിഷയമാണ്. അടുത്തത്, നിങ്ങൾ പുതിയ ആളുകളോട് പറയുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞാൽ മരിക്കുകയും. ഓക്കെ, കാരണം നമ്മുടെ ഇന്നലകളെ അറിയാവുന്നവരോടാണ് നമ്മൾ ഈ ബിസിനസ് പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ അടുത്ത കൂട്ടുകാരോട്, കുടുംബക്കാരോട്, അയൽവാസികളോട് അവർക്ക് നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് ഇന്ന് കിട്ടിയ അറിവ് മാത്രം അവർക്ക് അറിയില്ല. ശരിയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെ വരെയുള്ള വെച്ചല്ലേ, ഇന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് അല്ലേ? അപ്പൊ അവർ ഉൾക്കൊള്ളൂല. അവർ ചിന്തിക്കുന്ന നമ്മുടെ ഇന്നലകൾ, നമ്മൾ പറയും നമ്മുടെ നാളെയാണ്. അപ്പൊ ഇന്നലകളെ അറിയുന്നവരെ അടുത്ത് പോയി ബിസിനസ് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ബിസിനസ് പഠിച്ചിട്ട് പുതിയ ആളുകളടുത്ത് സംസാരിക്കൂ. അവരെ ഒരാളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ. അവരാണ് നിങ്ങളുടെ കൂടി വേഗത്തിൽ വരിക. ഇനി അവരിലൂടെ നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നവരാണ് നിങ്ങളുടെ കുടുംബക്കാർ. ഹലോ, കുടുംബക്കാർ ആദ്യം വരിക. അവരെ വരുത്താൻ നിങ്ങൾ വിചാരിക്കണ്ട, അവര് വരൂല. അനുഭവം കൊണ്ട് പറയണം. ഞാനും പ്രസാദം മുത്രയിട്ട് വന്നില്ല ആദ്യം. പക്ഷെ ഞങ്ങൾ 2 പത്തൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ പലരും വന്ന് എന്റെ കുടുംബത്തിൽ 10 സീറ്റ് കഴിച്ചു ദിവസം. പക്ഷെ